അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു കേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്കിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ബ്രെഡ്, നൂഡിൽസ്, കോഴിമുട്ട, ചെറിയ ഒരു വലിയ ഉള്ളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്. ആദ്യം നമ്മൾ ക്യാരറ്റ് നന്നായി ചെറുതാക്കി മുറിച്ചിടണം. അതുപോലെ തന്നെ വലിയുള്ളിയും മല്ലിച്ചപ്പും നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ മുട്ട എടുത്തിട്ട് അത് നാലും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമ്മളൊരു പാനിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് മാഗി വേവിക്കണം. മാഗിയുടെ കൂടെയുള്ള മസാലപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതേ സമയം തന്നെ മറ്റൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇടുക. പിന്നെ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മല്ലിച്ചപ്പ് ഇടുക. ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച് മാഗിയിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് മുട്ടയിൽ മുക്കി പാനിൽ സെറ്റ് ചെയ്യാണ് വേണ്ടത്. പാന് നമ്മൾ ചൂടായതിന് ശേഷം ഓഫ് ചെയ്യണം. പിന്നെ നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഗ്യാപ്പും ഇല്ലാതെ നമുക്ക് ബ്രെഡ് പീസൊക്കെ ആക്കി വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാഗി ഫില്ല് ചെയ്യാണ് വേണ്ടത്. മാഗി ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയിൽ മുക്കി ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്യേണ്ടതാണ്. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത് ഗ്യാപ്പ് തീരെ ഉണ്ടാവാൻ പാടില്ല. താഴ്ഭാഗത്ത് വെച്ച് ബ്രെഡിൻ്റെ മുട്ട മുക്കിയ ഭാഗം താഴ്ഭാഗത്തും മേലേക്ക് വരുമ്പോൾ അത് മുട്ട മുക്കിയ ഭാഗം മേലെയാണ് വരേണ്ടത്. കാരണം ഈ 2 സൈഡുമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം പിന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പിന്നെ മറ്റൊരു പാനിൽ എണ്ണ തേച്ചിട്ട് അതിലേക്ക് മറിച്ചിടാൻ വേണ്ടത്. മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് മുറിക്കാവൂ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു ഡിഷുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരേക്കും മഴസലാമ.